ജനത, വിശാലാന്ധ്ര, ജനശക്തി, അങ്ങനെ ഒരു 5-8 പത്രങ്ങൾക്ക് എല്ലാ ദിവസവും ന്യൂസാണ്. എനിക്കൊരു ടെലിപ്രിൻ്ററുണ്ട്. ആ ടെലിപ്രിൻ്ററിൽ ഇങ്ങനെ ഒരു സെക്രട്ടറി ഉണ്ട്. ഞാൻ എഴുതിയങ്ങ് കൊടുക്കും, ഇംഗ്ലീഷിലയക്കുക. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്നോട് അന്ന് അജയ് ഘോഷ് പറഞ്ഞു, നിങ്ങൾ ന്യൂ ഏജിന് മാത്രമായിട്ട് ഒതുങ്ങാൻ പാടില്ല. ന്യൂ ഏജിൻ്റെ സർക്കുലേഷൻ വളരെ, ഒന്നാമത് വീക്കിലിയാണ്, രണ്ടാമത് അതിൻ്റെ സർക്കുലേഷൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് ലോകത്ത് നടക്കുന്നതും ആഗോളതലത്തിൽ ഉള്ളതുമായിട്ടുള്ള വാർത്തകൾ ടെലിപ്രിൻ്റർ വഴിക്ക് ഇവർക്കെല്ലാം, എന്നിട്ട് അതിൻ്റെയൊക്കെ ടെലിപ്രിൻ്റർ സ്ഥാപിച്ചു. അതിനു മുമ്പ് ദേശാഭിമാനിയിൽ ടെലിപ്രിൻ്റർ ഉണ്ടായിരുന്നില്ല. ഞാനിത് അയക്കാൻ തുടങ്ങുമ്പോഴാണ് ടെലിപ്രിൻ്റർ സ്ഥാപിക്കുന്നത്. അത് നമ്മളെ അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന അന്നേരം ഈ ഇൻ്റർനാഷണൽ ഇതിൻ്റെ ചാർജ്, കൊച്ചിയിലെ എഡിഷൻ. അത് ഗോവിന്ദപിള്ളയായിരുന്നു എഡിറ്റർ അന്ന് ദേശാഭിമാനിയുടെ. അതുപോലെ തന്നെ സ്വാധീനത എന്ന് പറയുന്നത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഡെയിലിയാണ്. അതിപ്പോൾ CPIയുടെ കയ്യിലാണ്. CPMന് ജനശക്തി എന്ന് പറഞ്ഞിട്ട് വേറൊരു പത്രമായി. പിന്നെ മദ്രാസിൽ നിന്ന് പറയുന്ന ജനയുഗം, പിന്നെ നവജീവൻ, ജനയുഗം, ദേശാഭിമാനി, അങ്ങനെ ഒരുപാട്. പിന്നെ K. ദാമോദരൻ്റെ ജനയുഗം, നവയുഗം, പിന്നെ കാമ്പിശ്ശേരിയുടെ ജനയുഗം, അങ്ങനെ ഒരു 10-20 വാരികകൾക്കും 5-6 ദിനപത്രങ്ങൾക്കും ഞാനിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. കേരള കൗമുദിയുടെ മാസ്റ്റിൽ എൻ്റെ പേര് പഴയത് കാണാം നിങ്ങൾക്ക്. എല്ലാ ആഴ്ചയിലും ഒരു സ്റ്റോറി ഉണ്ടാവും. MS മണി അതിൻ്റെ മാസ്റ്റിൽ എൻ്റെ പേരുണ്ടാവും. എഡിറ്റോറിയൽ മാസ്റ്റിൽ എൻ്റെ പേരുണ്ട്. അത് ഒരു 3-4 വർഷം ഞാനങ്ങനെ തുടർച്ചയായിട്ടത്. ഇതല്ലേ നാരായണപിള്ള, പിന്നെ ജയേന്ദ്രൻ നായർ, പിന്നെ MS മണിയാണ് എഡിറ്റർ. പിന്നെ കേരള കൗമുദി തന്നെ എൻ്റെ പേര് വെച്ചിട്ടുള്ള ലേഖനങ്ങൾ വരും. അത് 2-3. അതിൽ ഏറ്റവും കൂടുതൽ EMS ബെർലിനിൽ ചികിത്സക്ക് വന്നിരുന്നല്ലോ 1969. അപ്പോഴും ഡെയിലി EMSൻ്റെ ചികിത്സയുടെ ന്യൂസാണ്. അതെങ്ങനെയാണ്, ഞാൻ കമ്പി അടിക്കലാണ്, പൈസയൊന്നും നോക്കലില്ല. എല്ലാം ഒരുപാട് പണം ചിലവാക്കിയിട്ട്. അപ്പോൾ കേരള കൗമുദിയിൽ ആദ്യം വരും ഇത് EMSന് ഓപ്പറേഷൻ ആവശ്യമില്ല, ക്യാൻസർ ഇല്ല, അതൊക്കെയുള്ള വലിയ ഹെഡിങ്ങുകളിൽ. പിന്നെ സാനിറ്റോറിയത്തിൽ പോയതും അവിടെ നിന്നുള്ളതായ ഒരു ദീർഘമായ കഥ തന്നെ കേരള കൗമുദിയിൽ 2 ദിവസം തുടർച്ചയായിട്ട് കൊടുത്തിരുന്നു. ആ ഘട്ടത്തിലാണ് EMS മന്ത്രിസഭയെ പുറത്താക്കിയിട്ട് പിന്നെ അച്യുതമേനോൻ്റെ മന്ത്രിസഭ വരുന്നത് 69. EMS രാജിവെക്കുന്നു, CPIയും CPIയുമായിട്ട് അകലുന്നു. പിന്നെ കരുണാകരൻ പിന്നെ ആഭ്യന്തരമന്ത്രിയും അച്യുതമേനോൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പുതിയ മന്ത്രിസഭ വരുന്നു. അപ്പോൾ അതിനൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ഞാൻ അയക്കുന്നത്. അങ്ങനെയാണ് ഇത് ഇന്ത്യയിലെ പാർട്ടി ഇടതുപക്ഷ പത്രങ്ങളിൽ എൻ്റെ ഒരു സാന്നിധ്യം തുടർച്ചയായിട്ട് കാണും. ദേശാഭിമാനി എഡിറ്റ് പേജിൽ ഒരുപാട് ലേഖനങ്ങൾ വന്നിരുന്നു. ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള കുറേ പിന്നെ പ്രസിദ്ധീകരണങ്ങളുടെ പേര് പറഞ്ഞു. കൃത്യമായി എത്ര, വിദേശത്ത് എത്ര, അങ്ങനെ എന്തെങ്കിലും കണക്ക്? ഒരുപാട് ലേഖനങ്ങൾ, ആയിരക്കണക്കിന് ലേഖനങ്ങൾ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് രാജ്യങ്ങളിലെ എത്ര പ്രസിദ്ധീകരണം ഞാൻ എണ്ണി പറയാം. പിന്നെ നൈജീരിയ, പിന്നെ ഈജിപ്റ്റ്, പിന്നെ അന്ന് ഗദാഫി അധികാരത്തിൽ വന്ന ഉടനെയായിരുന്നു, ആ ഘട്ടത്തിലാണ് അവിടെയുള്ളതായ ഒരു പത്രം. പിന്നെ ബ്രിട്ടീഷ് ഗയാനയിലുള്ള മിറർ, ചെഡി ജഗാൻ, അദ്ദേഹം ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായി, ചെഡി ജഗാൻ. പിന്നെ സിലോണിലെ ഫോർവേഡ്, പിന്നെ കനഡയിലെ പിന്നെ ഒരു പത്രം. അങ്ങനെ 7-8 രാജ്യങ്ങളിലെ ഇടതുപക്ഷ പത്രങ്ങൾക്കും പിന്നെ നാസിർ സ്ഥാപിച്ച അൽഗമോറിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. അവർക്കിങ്ങനെ ഡെയിലി ന്യൂസ് അയച്ചു കൊടുക്കും. രാവിലെ ഒരു 8 മണി മുതൽ ഒരു 5 മണി, വൈകുന്നേരം 5 മണി വരെ എൻ്റെ ടെലിപ്രിൻ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഭാഷകൾ കൈകാര്യം? റഷ്യൻ അറിയും, ജർമ്മൻ അറിയും, പിന്നെ മലയാളത്തിൽ നേരിട്ട് എഴുതിയിട്ട് പിന്നെ അത് അയക്കും. ഈ ഇന്ത്യയിലുള്ള ബംഗാളിയിലേക്കൊക്കെ ഇംഗ്ലീഷിൽ അയച്ചു കൊടുത്താൽ അതെ, അതൊക്കെ ഇംഗ്ലീഷിലയക്കുന്നത്. അപ്പോൾ കുട്ടൻ ചിലപ്പോൾ എൻ്റെത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ദേശാഭിമാനിക്കും ഇംഗ്ലീഷിൽ തന്നെ അയക്കും. ദേശാഭിമാനിക്കും ന്യൂസൊക്കെ ഇംഗ്ലീഷിൽ. അത് മറ്റേ മലയാളത്തിൽ അയക്കാനുള്ള ഇതില്ലല്ലോ, ഈ ടെലിപ്രിൻ്ററിൽ സ്ക്രിപ്റ്റ് ഇല്ലല്ലോ. ഇംഗ്ലീഷിൽ ചിലപ്പോൾ മലയാളം ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അയക്കും. കണ്ടു, KNDU അങ്ങനെ എഴുതിയിട്ട് അത് ഒരു പ്രത്യേക രീതിയിൽ അവർ തർജ്ജമ ചെയ്ത് ഒപ്പിച്ചെടുക്കും. അത് പി ഗോവിന്ദപിള്ളയാണ് ദേശാഭിമാനിയുടെ കൊച്ചിയിൽ എഡിറ്റർ. അദ്ദേഹം അതിനൊരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. ഞാനും PGയും തമ്മിലുള്ള ഞങ്ങൾ ബന്ധുക്കൾ കൂടിയാണ്. എൻ്റെ PGയുടെ സഹോദരി, അതായത് PKVയുടെ മകളെയാണ് എൻ്റെ അനന്തരവൻ ഡോക്ടർ ഗംഗാധരൻ, ഇപ്പോൾ കൊയിലിയിലെ ഡോക്ടർ, അയാൾ വിവാഹം ചെയ്തത്. ഇവിടെയാണ് കൂട്ടിക്കൊണ്ടുവന്നിന് നിമ്മിയെ വിവാഹത്തിന് ശേഷം. PKV ഒക്കെ വന്നാൽ ഇവിടെയാണ് താമസിക്കൽ. ഇതൊരു പുരാതന തറവാടാണ്. 100 വർഷത്തോളം പഴക്കമുള്ള വീടായത്. ഞാനത് പുതുക്കി ഇതൊക്കെ കൂട്ടിച്ചേർത്തതാണ്. 48 ഇതൊക്കെ തല്ലി പൊളിച്ചിരുന്നു പോലീസ്. ഒരു ആക്രമണം ഉണ്ടായിരുന്നല്ലോ 1948 മറ്റേ കൽക്കട്ട തീസിസിൻ്റെ ആ ഘട്ടത്തിൽ. ഞാൻ ഒളിവിലായിരുന്നു. ഇപ്പം വിദേശത്തോടൊപ്പം തന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പത്രപ്രവർത്തകരിൽ ഏറ്റവും തലമുതിർന്ന ഒരാളാണ്. അങ്ങനെയൊന്നും ഞാനിപ്പോൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ മാർക്സിസത്തിൻ്റെ ലോക കാഴ്ചപ്പാടിൽ നിന്നും സോഷ്യലിസ്റ്റ് ആഭിമുഖ്യത്തിൽ നിന്നും വ്യതിചലിക്കാതെ കണ്ട് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എൻ്റെ കഴിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ദീർഘകാലം ഈ ആദർശം ബലി കൊടുക്കാതെ കണ്ട്, കോംപ്രമൈസ് ചെയ്യാതെ കണ്ട്, പത്രാധിപർക്ക് പത്രപ്രവർത്തകൻ ഒരു അടിമയോ അല്ലെങ്കിൽ ഒരു സ്വത്തോ അല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഞാൻ ഉയർത്തിപ്പിടിച്ച് ജീവിച്ചു. ജർമ്മനിയിൽ ലഭിച്ചിരിക്കുന്ന സ്റ്റാർ ഓഫ് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ്, അത് ഒരു വലിയ, അത് കിട്ടിയ ആളുകൾ ആരൊക്കെയാണെന്ന് പറയാം. ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ, ഞാൻ ഒഴിച്ച്. അത് രമേശ് ചന്ദ്ര, വേൾഡ് പീസ് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു രമേശ് ചന്ദ്ര. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ. പിന്നെ ബ്രഷ്നേവിന് കിട്ടിയിട്ടുണ്ട്, ഷെഫ്കോവിന് കിട്ടിയിട്ടുണ്ട്, പിന്നെ നെൽസൺ മണ്ടേലക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് നെൽസൺ മണ്ടേല ഇവിടെ ഇതല്ലേ, ഇവിടെയാണ് റോബിൻ ഐലൻഡിലാണ്. അത് അവിടെ പിന്നെ മിന്നി മണ്ടേല അവരാ വന്നിട്ട് അത് ഏറ്റുവാങ്ങിയത്. അങ്ങനെ ഒരു വലിയ പ്രസിദ്ധമായ ഒരു അവാർഡാണിത്. കിഴക്കൻ ജർമ്മനിയിൽ സ്റ്റേറ്റ് അവാർഡ്. കിഴക്കൻ ജർമ്മനിയിലെ ഏറ്റവും വലിയ കാൾമാർക്സ് ഓർഡറാണ് ഏറ്റവും വലുത്. പക്ഷേ അത് ആ രാജ്യത്തുള്ള ആൾക്കേ കൊടുക്കുകയുള്ളൂ. ഇത് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ്, സ്റ്റേൺ ദി ഫോൾക്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നതിൻ്റെ ജർമ്മൻ പേര്. അതിൻ്റെ ഇതുണ്ട്, ഗോൾഡ് അച്ചടിച്ച അത് എവിടെയോ ഉണ്ട്. ഇപ്പം കുറേ ദിവസമായിട്ട് ഇത് കിട്ടിയത് ഈ ഇൻ്റർനാഷണൽ ജേർണലിസത്തിൻ്റെ. അങ്ങനെ ഒരുപാട് അവാർഡുകളുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു പുരസ്കാരം അതിൻ്റെ ഒരു മറുവശം 10 ലക്ഷം മാർക്ക് വലിയൊരു തുകയാണ് കിട്ടിയത്. ഞാൻ ഒരു പൈ എടുത്തിട്ടില്ല. അതിന് പിന്നെ അത് അവിടെ സ്വീകരിച്ചിട്ട് ഫിഡൽ കാസ്ട്രോൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഇത് വന്നിരുന്നു, എക്നോളജിമെൻ്റ് വന്നിരുന്നു. ഈ 10 ലക്ഷം മാർക്ക് പറയുന്നത് ഇന്ത്യൻ രൂപ, അത് 10 ലക്ഷത്തിന് അന്ന് 5 രൂപയായിട്ടാണ് ഒരു. അത് കാസ്ട്രോൻ്റെ ഫണ്ടിലേക്ക് അപ്പോൾ തന്നെ അതെ അപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നില്ല. ഈ പത്രപ്രവർത്തനത്തെ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടത്തിന് കാണാതെ ആയിരുന്നു. അതെ, ഞാൻ കരഞ്ജയും ഞാനും തമ്മിലുള്ള അയാളോട് ആരോ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ടെലക്സിൻ്റെയും ഇതിൻ്റെ ടെലിപ്രിൻ്ററിൻ്റെയും ഒക്കെ അയാളാണ് ഇതെല്ലാം കൊടുക്കുന്നത്, അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇയാൾ കമ്മ്യൂണിസ്റ്റ് പ്രചരണം നടത്തുകയാണ് എന്ന് ആരോ പിന്നെ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഊതിയിരുന്നു. അങ്ങനെ ഒരു കത്ത് താങ്കൾക്ക് അയക്കുകയും ചെയ്തു. അതെ. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അയക്കുന്നതിൻ്റെ കണക്ക് വെച്ചോളൂ, അത് നിങ്ങൾ ഇത് കൊടുക്കുന്നതായ ബില്ല് കൊടുക്കുന്നുണ്ടല്ലോ അതിൻ്റെയും വെച്ചോളൂ, അതിൽ കവിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പിന്നെ അതിൽ ഇടപെട്ടിട്ടില്ല.
ഞാൻ ബ്ലിറ്റ്സിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രചരണം നടത്തുക ചെയ്തത്. ശരിക്കും ഒരു ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രചരണത്തിന് വേണ്ടിയിട്ട് ബ്ലിറ്റ്സിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും പണമൊക്കെ ഉപയോഗപ്പെടുത്തി. അതിലെനിക്കിപ്പോൾ ഒരു കുറ്റബോധമൊന്നും ഇപ്പോഴും തോന്നുന്നില്ല. ഞാൻ ചെയ്തത് വളരെ കറക്റ്റാണ്. ഈ കരഞ്ജി അതിനെ അംഗീകരിച്ചു. ഓ തീർച്ചയായിട്ടും അദ്ദേഹം അതൊരു പിശുക്ക് കാണിച്ചു. അതെ, വിപ്ലവത്തിൻ്റെ നേതാവായിട്ടുള്ള ഐദിത്തിനെ പിന്നെ ഇന്ത്യയിലെ അയാൾ ഡച്ച് ഇവിടുന്ന് ജയിലിൽ നിന്ന് വിമോചനമായിട്ട് ബോംബെയിൽ കപ്പലിറങ്ങിയപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്ത് ഒരു മാനപ്പെട്ട ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്യുക കരഞ്ചിയാണ് എനിക്ക് ഞാനാ പോയിട്ട് ആവശ്യപ്പെട്ടത്, ബുക്ക് ചെയ്ത് തന്നത്. അവിടുന്ന് വീണ്ടും കൽക്കട്ട വരെ പോയിട്ട് അയാൾ ജക്കാർത്തയിലേക്ക് വേറൊരു പേരിൽ കപ്പൽ പോകുന്നതും ഇന്തോനേഷ്യൻ റവല്യൂഷൻ നടക്കുന്നതും സുകാർണോ പ്രസിഡൻ്റ് ആവുന്നതും അതൊക്കെ ആ ഘട്ടം മുതൽ എനിക്ക് കരഞ്ചിയായിട്ടുള്ള അടുപ്പമുണ്ട്. അപ്പോൾ എൻ്റെ ഇൻറ്റഗ്രിറ്റിയെ പറ്റിയും എൻ്റെ ലക്ഷ്യബോധത്തെ പറ്റിയും അദ്ദേഹത്തിന് ബഹുമാനമാണ്. പല കമ്മ്യൂണിസ്റ്റ് ആവശ്യങ്ങൾക്കും അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പണം വാങ്ങിയിട്ടുണ്ട്. ഒരു കത്തിൽ പറയുന്നുണ്ട് താങ്കളുടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സ്വല്പം വിട്ടുവീഴ്ച ചെയ്യണമെന്നും. അതെ, ലണ്ടനിലേക്ക് ലണ്ടനിലേക്ക് വലിയ ശമ്പളത്തിൽ അതിന് ഞാൻ പറഞ്ഞു നന്ദി, പക്ഷേ നിങ്ങളുടെ ശമ്പളത്തിന് വേണ്ടി എൻ്റെ ആദർശത്തെ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് മറുപടി അയച്ചു. ഈ കാലയളവിൽ ഒരു ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അതെ അതെ തീർച്ചയായിട്ടും. അതെ കാലഘട്ടത്തിൽ അതെ ഇത്ര വലിയൊരു ഓഫർ വന്നിട്ട് ലണ്ടനിലെ വലിയൊരു തസ്തികയിൽ നിയമിക്കാമെന്ന് വിട്ടുവീഴ്ച ചെയ്യാത്ത ഒന്നുമില്ല, ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്തിട്ടില്ല. അത് പിന്നെ ഐലിൻ എപ്പോഴും കരഞ്ചിയോട് പറയും, ഇതുപോലത്തെ പിന്നെ കറസ്പോണ്ടന്റുമാരെ നിങ്ങൾ മറ്റുള്ള ദിക്കിലൊക്കെ അന്വേഷിക്കും, കുഞ്ഞനന്തനെ പോലത്തെ ആളെയാണ് വെക്കേണ്ടത് എന്ന് പറയും. മറ്റുള്ള ആളുകളൊക്കെ ഒരുപാട് കാശ് എഴുതി വാങ്ങും. കരഞ്ചി വെച്ചാൽ ഈ ബ്ലിറ്റ്സ് 10 ലക്ഷം കോപ്പി, അതും പിന്നെ വലിയ ഭയങ്കര ലാഭത്തിലാണ് ബ്ലിറ്റ്സ് ഓടിയിരുന്നത്. ഒരു 10 കൊല്ലത്തോളം അത് സൂപ്പർ പ്രസിദ്ധീകരണമായിരുന്നു. പിന്നെ കുറച്ച് താഴോട്ട് പോകാനുണ്ടായൊരു സാഹചര്യമുണ്ട്. അത് അടിയന്തരാവസ്ഥ കാലത്ത് ആദ്യത്തെ കോപ്പി പിന്നെ അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ടും അപ്പോൾ വന്നു സഞ്ജയ് ഗാന്ധിയുടെ തിഹാർ ജയിലിൽ നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഒരു മെസ്സേജാണ് വരുന്നത്. അതായത് അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അയക്കുന്നത്. അതിന് ശേഷമാണ് മാറ്റിയത്. അതുപോലെ പാട്രിയറ്റിൻ്റെ ഇലക്ട്രിസിറ്റിയൊക്കെ കട്ട് ചെയ്തല്ലോ. പാട്രിയറ്റ് ആദ്യത്തെ ദിവസം അടിയന്തരാവസ്ഥ അടുത്തട്ട നാരായണനായിരുന്നു, അരുണ ആസഫ് അലി. ഞാനതിൻ്റെ പാട്രിയറ്റിൻ്റെയും കറസ്പോണ്ടൻ്റായിരുന്നു കുറച്ചു കാലം ഇവിടെ ബെർലിനിൽ. അപ്പോൾ ആ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമാണ് അദ്ദേഹം കോംപ്രമൈസ് ചെയ്തു പേടിച്ചിട്ട്. തിഹാർ ജയിലിൽ അയക്കുന്ന ഭീഷണിപ്പെടുത്തിയപ്പോൾ അന്ന് മുതൽ മാറി. പിന്നീട് എപ്പോഴും ഈ ബഫോർ കേസിൽ എനിക്ക് അതിൻ്റെ കോപ്പി ഇവിടെ ഉണ്ട്, ഒരു കമ്പി സന്ദേശം. അതായത് പിന്നെ ഇവിടെ സ്വീഡനിൽ പോയിട്ട് അതിൻ്റെ ഇതൊക്കെ അന്വേഷിക്കണം, പിന്നെ അതിൽ ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്ന എനിക്കുള്ള വിവരം, അത് നിങ്ങൾ സ്ഥാപിക്കണം. അതായത് പിന്നെ ബഫോർ അഴിമതിയെ അംഗീകരിച്ചുകൊണ്ട് അത് അഴിമതിയല്ല എന്ന് വരുത്തി തെക്കുന്ന തരത്തിൽ എഴുതണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി, പക്ഷെ അങ്ങനെയൊന്നും ഞാൻ എഴുതിയില്ല. ഇപ്പോഴും ഈ കരഞ്ചിയുടെ കുടുംബത്തിലെ ആരെങ്കിലും അങ്ങനെ? കരഞ്ചിയുടെ മകളുണ്ട്, ഉണ്ട്. അവർ സിനി ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നടത്തുന്നുണ്ട്, സിനിമ ഇതിലായിട്ട്. റീത എന്നാ പേര്, മകള്. ഒരു മകളേ ഉള്ളൂ. ഇടയ്ക്ക് വിളിക്കാറുണ്ട്, പക്ഷേ കരഞ്ചിയ മരിച്ചപ്പോൾ പിന്നെ ഞാൻ വിളിച്ചിരുന്നു. അവരൊക്കെ ഒരു കുട്ടിയുണ്ട്, ഫറ എന്നാ കുട്ടിയുടെ പേര്. ഷാവ ഫിറാൻ്റെ ഭാര്യയുടെ പേരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ കുട്ടിക്ക്, ഫറ.
കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളും വളരെ വേരോട്ടമുള്ള ശക്തമായിട്ട് ജനങ്ങളുമായി സംവദിച്ചിരുന്നൊരു മാധ്യമ രംഗമായിരുന്നു. അതെ അതെ. ഇപ്പോഴും കേരളത്തിൽ ദേശാഭിമാനി പോലുള്ളത് ആ നില തുടരുന്നുണ്ടെങ്കിൽ ബംഗാളിലും ചിലത് മൊത്തത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാധ്യമ രംഗത്ത് എന്താണ് ഇപ്പോഴത്തെ ഒരു മാധ്യമ രംഗത്ത് അവർ മാർക്സിസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്നും സൈദ്ധാന്തിക നിലപാടുകളിൽ നിന്നും എത്രയോ വ്യതിചലിച്ചു പോയിരിക്കുന്നു. ഇന്ന് ദേശാഭിമാനി എടുത്ത സോഷ്യലിസം എന്നുള്ള ആദർശത്തെ പറ്റിയോ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവ പാർട്ടി എന്നുള്ള ആശയത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു സായുധ രീതിയിലായാലും ശരി പാർലമെൻറ്റിലേക്ക് കൂടി ആയാലും ശരി ഒരു സാമൂഹ്യ പരിവർത്തനം വേണമെന്നുള്ളതായ നിഷ്കർഷ അതൊന്നും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പത്രങ്ങളിൽ വരുന്നില്ല. EMSൻ്റെ മരണശേഷം അത് അപ്രത്യക്ഷമായി. EMS നിരന്തരം എഴുതിയിരുന്നത് മാർക്സിസ്റ്റ് ആദർശത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സോഷ്യലിസ്റ്റ് ലക്ഷ്യം ഉപേക്ഷിക്കാതെ കണ്ടുള്ള പ്രാദേശിക സമരങ്ങളെ സംഘടിപ്പിക്കുക, ആ തരത്തിലുള്ളതായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് ജേർണലിസത്തിൻ്റെ അടിസ്ഥാനം. അതായിരുന്നു എൻ്റെ ജേർണലിസത്തിൻ്റെയും അടിസ്ഥാനവും ഇപ്പോഴും ഞാൻ ആദർശപരമായിട്ട് അത് മുറുകെ പിടിക്കുന്നത്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുകയാണ് ഇന്നത്തെ ദേശാഭിമാനിയും. ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ആ ഇതിൽ മുറുകെ പിടിച്ചുകൊണ്ടൊരു പ്രത്യേകിച്ച് ഇപ്പം കമേഴ്സ്യൽ വാണിജ്യവൽക്കരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അതെ അതിപ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാന തത്വങ്ങളെ പ്രചരിപ്പിക്കുന്നതിൽ ഒരു കോംപ്രമൈസ് നടത്താൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് EMS നടത്തിയിട്ടില്ല. അജയ് ഘോഷും ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള സൈദ്ധാന്തിക നിലപാടുകൾ കൈവിടാൻ വേണ്ടി പാടില്ല. അത് കൈവിടുന്നു എന്നുള്ളതാണ് എനിക്ക് ദേശാഭിമാനിയെ പറ്റിയും മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങളെ പറ്റിയുമുള്ളതായ പരാതി. ഇപ്പം ആദ്യത്തെ കർഷക അതിൽ ബാലസംഘം സംഘടിപ്പിക്കുന്നതിലൊക്കെ ഞാനും നായനാറുമാണ് ബാലസംഘം ഉണ്ടാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പിന്നെ ആദ്യത്തെ കോൺഗ്രസിൽ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പിന്നെ ഒരു മികച്ച പാരമ്പര്യം ഒരു കഴിഞ്ഞുപോയ കാലം താങ്കൾക്കുണ്ട്. അതോടൊപ്പം തന്നെ അതിന് മുന്നിലോ നിൽക്കുന്ന വിധത്തിൽ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള വേണ്ടത്ര ഈ കാലയളവിൽ വേണ്ടത്ര ആളുകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഏത് മേഖലയിലാണ് കൂടുതൽ സംതൃപ്തി നൽകുന്നത്? എനിക്ക് രണ്ടും ഞാൻ കൂട്ടിയിണക്കുകയായിരുന്നു. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെയും സോഷ്യലിസ്റ്റ് ആഭിമുഖ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പത്രപ്രവർത്തനം, അതിലൊരിക്കലും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇത് രണ്ടിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു മാർക്സിസ്റ്റ് പത്രപ്രവർത്തകന് ഒരു ലോകപ്രസിദ്ധ പത്രപ്രവർത്തകനാകാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പ് വന്നതും അതുകൊണ്ട്.